ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു കണവ മസാലയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 250 ഗ്രാം കണവ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കണവ. കഴുകി വൃത്തിയാക്കി തലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാം വരുന്ന 2 സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ചെറിയ ടൊമാറ്റോ. കാരണം ഇതിന് പുളി അധികം വേണ്ട, അതുകൊണ്ട് 1 ടൊമാറ്റോ ചേർത്തിട്ടുള്ളൂ. പുളിയൊന്നും ചേർക്കണ്ട, ഈ ടൊമാറ്റോയുടെ പുളി മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്നും എല്ലാം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കണവ മസാല തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ നല്ലൊരു ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു ടൊമാറ്റോ ഞാൻ ചെറുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കും. ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് വേകണം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഇത് വീട്ടിൽ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. തേങ്ങ അരയ്ക്കേണ്ട, ഒന്നും വേണ്ട. എളുപ്പത്തിൽ കണവ മസാല റെഡിയാക്കാം എന്നുള്ളതാണ്. കണവ ഉണ്ടെങ്കിൽ എളുപ്പം റെഡിയാക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് നമ്മുടെ കണവ മസാല ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ കണവ മസാല നോക്കാം, ഒന്ന് റെഡി ആയോ ഇല്ലെന്നറിയാമല്ലോ. അല്പം കൂടെ ഒന്ന് വറ്റാനുണ്ട്. നമുക്കത് അല്പം കൂടെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കണവ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്ക് അല്പം ഒന്ന് തണുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മേക്ക് ചെയ്യണം. ഇത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാം, പക്ഷെ ഞാൻ ഇവിടെ മല്ലിയില ഇട്ടിട്ടില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് അത്ര മല്ലിയില ഇഷ്ടമല്ല, അതുകൊണ്ട് മല്ലിയില ഞാൻ ഇട്ടിട്ടില്ല. മല്ലിയില വേണമെങ്കിൽ ഇതിലിടാം. അപ്പം നമ്മുടെ കണവ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാലേ ഉള്ളിലെ ഗുണങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇന്നത്തെ കണവ മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.